നമ്മളെ ചാപ്റ്റർ ഓഫ് ഡിസ്കഷൻ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് കുറേയധികം ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ബെർണോളീസ് പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ആണ്. ആ ഭാഗത്ത് നിന്ന് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ കാണാറുണ്ട്. അടുത്ത ഇമ്പോർട്ടൻറ്റ് കാപ്പിലാരിറ്റി എന്നൊരു ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കംസ് സർഫസ് ടെൻഷൻ ആൻഡ് അത് കഴിഞ്ഞിട്ട് വിസ്കോസിറ്റി. ഈ ഒരു സെക്ഷൻ, ഈ പറഞ്ഞ സെക്ഷൻ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കാണാറ്. അപ്പം ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, which theorem gives the law of conservation of energy for flowing liquid? State the theorem and prove it. അപ്പോൾ ഈ ചോദ്യം പല രീതിയിൽ വരാറുണ്ട്. വാട്ട് ഈസ് ബെർണോളീസ് തിയറം, പ്രൂവ് ഇറ്റ്. ഓക്കെ, ആ രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പം the theorem which gives the law of conservation of energy for flowing liquid, what is the answer? It is Bernoulli's theorem. Now what is Bernoulli's theorem? Total energy per unit volume of an ideal flowing fluid is constant. പിന്നെ അതിൻ്റെ പ്രൂഫ് ചോദിച്ചാൽ നിങ്ങളൊരു ഡയഗ്രാം വരയ്ക്കണം. പിന്നെ സൈഡിൽ എഴുതുക, വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ വോളിയം വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ബൈ വോളിയം പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ബൈ വോളിയം. What is work done by volume? It is P1 minus P2 which is equal to half rho. അതായത് കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ വോളിയം വരുമ്പം നമ്മൾ എം റോ മാസ് ബൈ വോളിയം വരും. മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആണ്, ദാറ്റ് ഇസ് റോ. അപ്പോൾ ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH2 മൈനസ് റോ GH1. അതായത് ഇത് പൊട്ടൻഷ്യൽ എനർജി അതുപോലെ തന്നെ MGH ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ബൈ വോളിയം, മാസ് ബൈ വോളിയം വരുമ്പോൾ അവിടെ ഡെൻസിറ്റി ആയി. ഓക്കെ, എല്ലാ സ്റ്റെപ്സും ഇലാബറേറ്റ് ആയിട്ട് എഴുതണം എന്നില്ല, ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ എഴുതിയാലും മതി. പിന്നെ P1 1 വരുന്ന ടേംസ് എല്ലാം ഒരു സൈഡിലെടുക്കുക, 2 വരുന്ന ടേംസ് എല്ലാം മറ്റേ സൈഡിലെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടും. ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ GH ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇത്രയും എഴുതിയാൽ മതി ബെർണോളീസ് തിയറത്തിൻ്റെ പ്രൂഫിന്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഫിഗർ ഇസ് കറക്റ്റ്? ഈ ഒരു ചോദ്യം പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് പല വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഫിഗർ ഇസ് കറക്റ്റ്? ഇങ്ങനെ രണ്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു ട്യൂബ് ഉണ്ട്, ഇവിടെ ഒരു ട്യൂബ് ഉണ്ട്. അതേപോലത്തെ ഒരു ട്യൂബാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ദ ലിക്വിഡ് ലെവൽ ഇസ് മോർ ദാൻ ദ ലിക്വിഡ് ലെവൽ അറ്റ് ദിസ് പോയിന്റ്. ഹിയർ ദ ലിക്വിഡ് ലെവൽ ഇസ് ലെസ് ദാൻ ദിസ് പോയിന്റ്. അപ്പോൾ ഏതാണ് കറക്റ്റ്? അപ്പോൾ കറക്റ്റ് ചെയ്തെങ്ങനെയാണ് നമ്മൾ നോക്കാം. ഈ പോയിന്റിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലാണ് കമ്പയർ ടു ദിസ്, അല്ലേ? അപ്പോൾ ഏരിയ കൂടുമ്പം അവിടുത്തെ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് കുറയും. വെലോസിറ്റി കുറയുമ്പം അക്കോർഡിംഗ് ടു ബെർണോളീസ് പ്രിൻസിപ്പിൾ ഇവിടുത്തെ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പം ഇവിടുത്തെ ലിക്വിഡ് കുറച്ചും കൂടി ഹയർ ലെവലിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ ഹയർ ലെവൽ. അപ്പോൾ ഇവിടെ ആണെങ്കിലോ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണ്, അപ്പോൾ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുന്നത് കൊണ്ട് അക്കോർഡിംഗ് ടു ബെർണോളീസ് പ്രിൻസിപ്പിൾ ഇവിടുത്തെ പ്രഷർ കുറയും. അപ്പോൾ ഈ ലിക്വിഡ് ലെവൽ കുറച്ചും താഴെ ആയിരിക്കും. അപ്പോൾ ഈ ഫിഗറാണ് കറക്റ്റ്. ഈ ഫിഗർ നേരെ ഓപ്പോസിറ്റ് ആണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, when we blow between two light balls suspended nearby, they attract each other. Why? State the principle involved. രണ്ട് ബോൾസ് ഉണ്ട്, അതിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ബ്ലോ ചെയ്യണം. ബ്ലോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടുത്തെ എയറിൻ്റെ വെലോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ എയറിൻ്റെ വെലോസിറ്റി കൂടുമ്പം ആ ഭാഗത്തുള്ള പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പം പുറത്തുള്ള പ്രഷർ കൂടുതലായിരിക്കും, ഈ ബോൾസിൻ്റെ ഇടയിലുള്ള പ്രഷർ കുറയും. അപ്പം ഹയർ പ്രഷറിൽ നിന്ന് ലോവർ പ്രഷറിലേക്കാണ് എപ്പോഴും മൂവ്മെൻറ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ബോൾസ് അടുത്തേക്ക് വരും. അപ്പോൾ ഇവിടെ when we blow, velocity increases, pressure decreases. And what is the principle involved? The principle involved is Bernoulli's theorem. While in airplane, it is advisable to remove ink from fountain pen. Why? എന്തുകൊണ്ടായിരിക്കും അത്? അതായത് ഇങ്ക്, ഫൗണ്ടൻ പെന്നിൻ്റെ അകത്ത് ഇങ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് എയർപ്ലെയിനിലൊക്കെ പോകുമ്പോൾ വി ആർ ഗോയിങ് അപ്പ്, മുകളിലേക്ക് പോകുമ്പം പ്രഷർ അവിടെ കുറയുക ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ കുറയുമ്പം പെന്നിൻ്റെ അകത്തുള്ള പ്രഷർ കൂടുതലും പെന്നിൻ്റെ പുറത്തുള്ള പ്രഷർ കുറവായിരിക്കും. അപ്പം പ്രഷർ കൂടിയ സ്ഥലത്തു നിന്നാണ് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പം ഇങ്ക് ഫൗണ്ടൻ പെന്നിൽ നിന്ന് പുറത്തേക്ക് ഒഴുകും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു റിമൂവ് ഇങ്ക് ഫ്രം ഫൗണ്ടൻ പെൻ. അപ്പം അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. പിക്ക് ദി ഓഡ് വൺ. ആറ്റമൈസർ, എയറോഫോയിൽ, ഹൈഡ്രോളിക് ലിഫ്റ്റ്, വെഞ്ചുറിമീറ്റർ. ഇതിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് മാത്രമാണ് ബെർണോളീസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷനിൽ വരാത്തത്. ഓക്കെ, ബാക്കിയെല്ലാം ബെർണോളീസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നത് കൊണ്ട് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇസ് ദി ആൻസർ. ഷോ ദാറ്റ് ദ സ്പീഡ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ഔട്ട് ഓഫ് എ സ്മോൾ ഹോൾ ഇൻ എ ടാങ്ക് ഫിൽഡ് വിത്ത് ലിക്വിഡ് ഇസ് √2gh, where h is the height of the liquid above the hole. ഈ ചോദ്യം തന്നെ 2-3 രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം വേറൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാവാം. വാട്ട് ഈസ് ടോറിസലീസ് ലോ? ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഓഫ് എ ഫ്ലെക്സ്. ഓക്കെ, ഈ വെലോസിറ്റി ഓഫ് എ ഫ്ലെക്സ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് ദ സ്പീഡ് ഓർ ദ വെലോസിറ്റി ഓഫ് ഔട്ട്ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്
outflow of liquid flowing out from an open tank. ഓക്കെ, അപ്പം ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ചോദ്യം കണ്ടാലും മനസ്സിലാക്കുക എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന്, എന്ത് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം ഡയഗ്രാം വരയ്ക്കാം. ഡയഗ്രാമിൽ H1 H2 ഒക്കെ മാർക്ക് ചെയ്യാം. പിന്നെ ഈക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം A1 V1 വിൽ ബി ഈക്വൽ ടു A2 V2. സോ V2ൻ്റെ ഈക്വേഷൻ നമുക്ക് അവിടെ കിട്ടി. പിന്നെ A2 എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. A2 ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1. സോ A2 വളരെ ഹൈ ആയതുകൊണ്ട് V2 ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് എടുത്തു. പിന്നെ ബെർണോളീസ് പ്രിൻസിപ്പിൾ പ്രകാരം P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ G H1 വിൽ ബി ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ G H2. അപ്പോൾ ഈ 1 വരുന്ന ടേംസ് ഒക്കെ ഈ ഒരു ഏരിയ എന്നാണ്, 2 വരുന്ന ടേംസ് ഒക്കെ ഈ ഭാഗത്താണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് P1 അങ്ങോട്ടേക്ക് എടുക്കാം, P2 മൈനസ് P1 പ്ലസ് റോ G H2, പിന്നെ റോ G H1 ഇങ്ങോട്ടേക്ക് എടുത്തു, അപ്പോൾ H2 മൈനസ് H1, പിന്നെ V2 0 ആയതുകൊണ്ട് ആ ടേം 0 ആയി. സോ ഹാഫ് റോ V1 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ദിസ് ഇക്വേഷൻ. പിന്നെ H2 മൈനസ് H1 H ആയിട്ട് എടുക്കുകയാണ്. H2 മൈനസ് H1 ഇസ് H, സോ അതിൻ്റെ സ്ഥാനത്ത് H എന്ന് എഴുതാം. സോ V1 ഈക്വൽ ടു √2gh. ഇത് ഈ വെലോസിറ്റിനെയാണ് വെലോസിറ്റി ഓഫ് എഫ്ലെക്സ് എന്ന് പറയുന്നത്. And this law, the law is known as Torricelli's law. Torricelli's law പറയുന്നത് എന്താണ്? The velocity of the outflow of liquid through an open pipe is equal to the velocity of a freely falling body. √2gh is the velocity of a freely falling body. Okay? അപ്പോൾ അങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് എത്തുന്നത്. Now, how venturimeter is used to measure the flow speed of liquid? അപ്പോൾ വീണ്ടും ഒരു ഡയഗ്രാം, ഇതുപോലത്തെ ഒരു ഡയഗ്രാം വരയ്ക്കാം. ഈ ഭാഗം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 എല്ലാം 1 ടേംസ് ആണ്, ഇത് 2 ടേംസ് ആണ്. പിന്നെ ഇതൊരു മാനോമീറ്റർ ആണ്, ഇതിൻ്റെ അകത്തൊരു മാനോമെട്രിക് ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഹൈറ്റ് H ആണ്, ഹൈറ്റ് ഡിഫറൻസ് H ആണ്. മാനോമീറ്ററിൻ്റെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ എന്ന് എടുക്കാം, ഇതിലേക്ക് കൂടി ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ എന്ന് എടുക്കാം. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യാം. A1 V1 ഈക്വൽ ടു A2 V2. സോ V1 വിൽ ബി ഈക്വൽ ടു A2 V2 ബൈ A1. എന്നിട്ട് അടുത്തത് ബെർണോളീസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ P1 പ്ലസ് റോ G H എന്നൊരു ടേം ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഒരേ ലെവലിൽ നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് ഹൈറ്റ് ഡിഫറൻസ് ഇല്ല എന്ന രീതിയിലാണ് പറയുന്നത്. സോ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. വീണ്ടും P1 ഉം P2 ഒരുമിച്ച് എടുക്കാം, മൈനസ് ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. പിന്നെ V1ൻ്റെ സ്ഥാനത്ത് A2 V2 ബൈ A1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് V2 പുറത്തേക്ക് എടുക്കാം. P1 മൈനസ് P2 കാണാൻ നമ്മൾ അതായത് ഇവിടുത്തെ പ്രശ്നവും ഇവിടുത്തെ പ്രശ്നമാണ് P1 P2. അപ്പോൾ P1 മൈനസ് P2 എന്ന് പറയുന്നത് ഈ ഒരു പ്രഷർ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഈ ലിക്വിഡിൻ്റെ ഹൈറ്റ് ഡിഫറൻസ്, P1 മൈനസ് P2 പ്രഷർ കാരണമാണ് ഇങ്ങനെ ഒരു ഹൈറ്റ് ഡിഫറൻസ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പം P1 മൈനസ് P2 വിൽ ബി ഈക്വൽ ടു വാട്ട് H റോ mg, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ. പിന്നെ ഇതിൽ നിന്ന് V2ൻ്റെ വാല്യൂ നമുക്ക് ഇത്ര കിട്ടുന്നു. അപ്പോൾ ദിസ് ഇസ് ദ വെലോസിറ്റി of the this is how venturimeter is used to measure the flow speed of liquid. ഇതിലേക്ക് കൂടി പോകുന്ന ഒരു ലിക്വിഡിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, a tank of 5 meter height is filled with water. Calculate the velocity of efflux through a hole of 3 meter below the surface of water. അപ്പോൾ ഇവിടെ 3 മീറ്റർ എന്ന് പറയുന്നത് H ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് എഫ്ലെക്സിൻ്റെ ഫോർമുല V ഈക്വൽ ടു √2gh ആണ്. അപ്പോൾ 2 into 10 into 3 ഇടുക, √60 is the answer. Water rises in a narrow tube in spite of gravity. This phenomenon is called capillarity. Derive an expression for the height of water in tube. Okay. അപ്പോൾ ഈ ചോദ്യം തന്നെ വേറൊരു ഫോമിലും ചോദിക്കാറുണ്ട്, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി റൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം വന്നതിൽ ഡയഗ്രാം വരയ്ക്കാം. ഡയഗ്രാം സിമ്പിളായിട്ട് വരയ്ക്കാം. പിന്നെ പ്രഷർ അറ്റ് D ഷുഡ് ബി ഈക്വൽ ടു പ്രഷർ അറ്റ് B എന്ന് എഴുതാം. പ്രഷർ അറ്റ് D എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. സോ അറ്റ്മോസ്ഫറിക് പ്രഷർ P എന്ന് എഴുതി. പ്രഷർ അറ്റ് B എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി പ്രഷർ അറ്റ് C പ്ലസ് H റോ G. പ്രഷർ അറ്റ് C എന്താണ്? PA മൈനസ് 2T/R ആണ്, പ്ലസ് H റോ G. സോ ഫ്രം ദിസ് H റോ G ഈക്വൽ ടു 2T/R. അതിൽ നിന്ന് Hൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നു 2T/R റോ G ആണ്. ഇവിടെ ക്യാപിറ്റൽ ആറിനെ നമ്മൾ ഈ ടേംസിൽ ഈ ഒരു ട്രയാങ്കിളിന് കോസ് തീറ്റ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നു. സോ ക്യാപിറ്റൽ R എന്താണ്? R ബൈ കോസ് തീറ്റ. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദിസ് ഇക്വേഷൻ. ഓക്കെ, ഇത്രയും മതി നിങ്ങളെ ഈ ഡെറിവേഷൻ. Give one example of capillarity from life. Practical life എന്ന് നമ്മൾ ഒരു capillarityൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, അപ്പം നമ്മൾ ഈ കെറോസിൻ ലാമ്പിൽ
നമ്മൾ തിരി വിക്ക് WICK വിക്ക് എന്ന് പറയും, അത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ തിരിയിലേക്ക് കൂടി മണ്ണെണ്ണ മുകളിലേക്ക് എത്തുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് കാപ്പിലറി റൈസ്. ഓക്കെ, ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം. ഇതാണ് ഡയഗ്രാം. അതായത് ഒരു വെസൽ ഉണ്ട്, അതിൽ കുറച്ച് ഒരു ലിക്വിഡ് വെച്ചിട്ടുണ്ട്, അതിലൊരു ഇൻസേർട്ടഡ് ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ചൊരു ഹൈറ്റിൽ ലിക്വിഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? ഇത് ഇൻസേർട്ടഡ് ടെസ്റ്റ് ട്യൂബ് ആണ്, നോട്ട് ഓപ്പൺ. സോ ദിസ് ഇസ് നോട്ട് സിമിലർ ടു ദിസ് ഡയഗ്രാം. This represents mercury barometer. Write its use. Mercury barometer ആണ്. It is used to measure atmospheric pressure. പിന്നെ വേറൊരു ഡയഗ്രാം ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻവേർട്ടഡ് ടെസ്റ്റ് ട്യൂബ് അല്ല, ദിസ് ട്യൂബ് ഇസ് ഓപ്പൺ. അപ്പോൾ ദിസ് ഇസ് സിമിലർ ടു ദ ഡയഗ്രാം വി ഡ്രൂ ഇൻ capillary rise. Will water overflow if the tube is cut at A? അപ്പം എയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എയിലേക്കാളും മുകളിലേക്ക് വെള്ളം റൈസ് ചെയ്യുന്നുണ്ട്, അപ്പം വാട്ടർ ഓവർഫ്ലോ ചെയ്യുമോ എന്നാണ് ചോദ്യം. വാട്ടർ ഓവർഫ്ലോ ചെയ്യില്ല. വാട്ടർ അവിടെ നിന്നിട്ട് അവിടെ ഒരു സ്ഫിയർ ഫോം ചെയ്യും. സോ ദാറ്റ് ഇറ്റ് മെയിൻറ്റെയിൻസ് ദ സെയിം പ്രഷർ ബിലോ. ഓക്കെ, ഓൺ ദ സർഫസ് ഓഫ് മൂൺ, liquid in capillary tube will rise to the same height as on earth, to a lesser height, more height, infinite length. അപ്പം മൂണിലെത്തുമ്പം മൂണിലും എർത്തിലും തമ്മിലുള്ള വ്യത്യാസം എന്താ? മൂണിലെ G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവാണ് അല്ലേ? അപ്പോൾ Gൻ്റെ വാല്യൂ കുറയുമ്പം Hൻ്റെ വാല്യൂ കൂടും. സോ ഇറ്റ് വിൽ റൈസ് ടു എ മോർ ഹൈറ്റ്. Next question. In a capillary tube, water rises to a height h. If the capillary tube is inclined at an angle 60 degree with the vertical, what will be the length of the water column in the tube? Capillary tube എങ്ങനെ നമ്മൾ ഇൻക്ലൈൻ ചെയ്ത് വെച്ചാലും അതിലുള്ള ലെങ്ത്, ആ വാട്ടർ കോളത്തിൻ്റെ ലെങ്ത്, വെർട്ടിക്കൽ ഹൈറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പം വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദ വാട്ടർ കോളം വിൽ റിമെയിൻ ദ സെയിം. Above arrangement is kept in a lift accelerating upwards. What happens to the possible height of liquid in tube? Why? ഒരു ലിഫ്റ്റ് മുകളിലേക്ക് ആക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള എന്ത് ഒബ്ജക്റ്റ് ആയാലും അതിൻ്റെ ആക്സലറേഷൻ, അപ്പാരൻറ്റ് ആക്സലറേഷൻ G+A ആവും. അതായത് ആക്സലറേഷൻ കൂടും. അപ്പോൾ ആക്സലറേഷൻ കൂടുമ്പം നാച്ചുറലി Hൻ്റെ വാല്യൂ കുറയും. കാരണം നേരത്തെ ശരിക്കും Hൻ്റെ വാല്യൂ 2t cos theta divided by r rho g ആണ്. ഇനിയിപ്പം ആക്സലറേഷൻ കൂടുമ്പോൾ ഇത് G+ ആയി, അപ്പോൾ ഡിനോമിനേറ്റർ കൂടിയാൽ H കുറയും. സോ ഹിയർ ദ ഹൈറ്റ് വിൽ ഡിക്രീസ്. Define angle of contact. Angle of contact in the definition എന്താ? It is the angle between the tangent to the liquid surface and the solid within the liquid surface. ഈ ഡയഗ്രാം വരയ്ക്കുക. Okay. What is the angle of contact for pure water with pure glass? The angle of contact is 0 degree. Waterproofing agents are added to detergents to create dash angle of contact between the liquid and fabrics. അപ്പം ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിറ്റർജൻസ് ആഡ് ചെയ്യുന്നത്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറച്ചാൽ സർഫസ് ടെൻഷൻ കുറയും, അപ്പം അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യും. വിച്ച് ഇസ് ബെറ്റർ, വാഷിംഗ് ക്ലോത്ത്സ് വിത്ത് കൂൾ സോപ്പ് വാട്ടർ ഓർ വാം സോപ്പ് വാട്ടർ? വൈ? വാം സോപ്പ് വാട്ടർ ആണ് ബെറ്റർ. കാരണം വാം സോപ്പ് വാട്ടർ ആകുമ്പം അതിൻ്റെ സർഫസ് ടെൻഷൻ കുറച്ച് കുറയും. A liquid surface behaves like stretched membrane. Name and define the property. ഇതേ ചോദ്യം വേറൊരു രീതിയിൽ ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് സർഫസ് ടെൻഷൻ എന്ന്. അപ്പോൾ സർഫസ് ടെൻഷൻ ആണ് ഈ പ്രോപ്പർട്ടി. വാട്ട് ഇസ് അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ബൈ വിച്ച് ദ ലിക്വിഡ് സർഫസ് ടെൻസ് ടു റെഡ്യൂസ് ഇറ്റ്സ് സർഫസ് ഏരിയ ടു എ മിനിമം. Why does small water drop acquire spherical shape? This is because of surface tension. Device used to lift automobile is shown. ഇതാണ് ഡിവൈസ്. റൈറ്റ് ദ നെയിം ഓഫ് ദ ഡിവൈസ്. ഈ ഡിവൈസിൻ്റെ പേര് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. അപ്പോൾ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇസ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ പറയുന്നത് എക്സസ് പ്രഷർ അപ്ലൈ ടു ആൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് റീച്ചസ് എവറി പോയിന്റ് ഈക്വലി. പിന്നെ അതിൻ്റെ എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ചെറിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇവിടെ ഒരു ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു പ്രഷർ P ഡെവലപ്പ് ചെയ്യും. P = F/E. ഈ പ്രഷർ എല്ലാ സ്ഥലത്തും ഒരേപോലെ എത്തും. അപ്പോൾ ഇതേ പ്രഷർ തന്നെയാണ് ഈ വലിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ എത്തുക. അപ്പോൾ അതെത്തുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് എത്രയായിരിക്കും? F = P × E. അപ്പം അവിടെ ഫോഴ്സിൻ്റെ വാല്യൂ കൂടി. ഇവിടെ ചെറിയ ഫോഴ്സ് കൊടുത്തപ്പം ഇവിടെ വലിയ ഫോഴ്സ് വന്നു. ഓക്കെ, ഈ വലിയ ഫോഴ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള ഒബ്ജക്ട്സിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. Mass of the car is 3000 kg and area of the piston carrying it is 425 cm². What pressure is to be applied to a smaller piston to lift the car?
അപ്പം പ്രഷറിൻ്റെ ഫോർമുല പ്രഷർ ഇസ് ഇക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. അപ്പോൾ ഫോഴ്സ് എന്താണ് എം ജി ആണ്, ഇത് തന്നിരിക്കുന്നത് എം ആണ്. സോ 3000 ജിൻ്റെ സ്ഥലത്ത് 10 ഇട്ടു. പിന്നെ ഏരിയ എന്ന് പറയുന്നത് 425 സെൻറ്റിമീറ്റർ സ്ക്വയർ, അതിന് മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി. അപ്പോൾ 425 ഇൻറ്റു 10⁻⁻² സ്ക്വയറായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് യു ഗെറ്റ് ദി ആൻസർ. പിന്നെ ഇങ്ങനെ ഒരു ഡയഗ്രാം. അപ്പോൾ ഇത്രയാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെങ്കിൽ പാസ്കൽസ് ലോന്റെ കേസിലുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഡയഗ്രാം ശ്രദ്ധിക്കുക. എയും ബിയും ഇടയിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. When the block C is removed, what happens? A increases, B decreases. ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ? A increases, B decreases ആണ്. എന്തുകൊണ്ടായിരിക്കും? കാരണം ഇതൊരു ഡ്രോപ്പാണ്. അപ്പോൾ ഡ്രോപ്പിൻ്റെ അകത്തുള്ള എക്സസ് പ്രഷർ എത്രയാണ്? 2T/R ആണ്. അപ്പോൾ റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ കുറയും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്നാണ് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുക. ബി എയിലേക്കാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ എയുടെ സൈസ് കൂടി കൂടി വരും, ബിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ യു ഷുഡ് നോ വാട്ട് ഇസ് ദി ആൻസർ ടു ദാറ്റ്. അപ്പം ലിക്വിഡ് ഡ്രോപ്പിൻ്റെ അകത്തുള്ള എക്സസ് പ്രഷർ എന്താ? 2T/R ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം ഡയഗ്രാം വരയ്ക്കാം. ആദ്യം ചെറിയൊരു ഡ്രോപ്പ് ഉണ്ട്, അതിൻ്റെ അകത്തുള്ള പ്രഷർ PI ആണ്, പുറത്തുള്ള പ്രഷർ PO ആണ്, റേഡിയസ് R ആണ്. എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ഡ്രോപ്പ് PI - PO ആണ്. ആ പ്രഷർ കാരണം ഇതിൽ ചെറിയൊരു വ്യത്യാസം വന്നു. ഡെൽറ്റ ആറും കൂടി ഇന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ഒരു വർക്ക് നടന്നിട്ടുണ്ട്, സർഫസ് ഏരിയ കൂടിയിട്ടുണ്ട്. അപ്പോൾ സർഫസ് എനർജി എന്താ? സർഫസ് എനർജി ഇസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. വർക്കിൻ്റെ ഫോർമുല എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ F ഇൻറ്റു ഡെൽറ്റ. പിന്നെ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഔട്ടർ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ മൈനസ് ഇന്നർ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ. ഓക്കെ. പിന്നെ ഈ F∆R എഫ് നമ്മൾ പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നൊരു ഫോർമുലയിൽ നിന്ന് ഫോഴ്സ് എന്താണ്? പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ പ്രഷർ എത്രയാണ്? PI - PO ഇൻറ്റു ഏരിയ ഓഫ് ദ സ്ഫിയർ. അതും പിന്നെ ഡെൽറ്റ ആറും ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് PI - PO R/2. ഇടയിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നേരിട്ട് ഇതിലേക്ക് പോകാം. This will be equal to surface energy. And surface energy is numerically equal to surface tension. അതുകൊണ്ട് this is equal to T, surface tension. So ഇതിൽ നമുക്ക് PI - PO എത്ര കിട്ടുന്നത്? 2T/R. The question ശ്രദ്ധിക്കുക. State true or false. A drop of liquid under no external force is always spherical in shape. ലിക്വിഡിന് സ്പെറിക്കൽ ആവണമെങ്കിൽ ഫോഴ്സസ് വേണം. അപ്പോൾ ഇവിടെ ആൻസർ ഇസ് false. Raindrops falling under gravity do not acquire high velocity. Why? It is because raindrops acquire terminal velocity. തുടക്കത്തിൽ അതിൻ്റെ വെലോസിറ്റി കൂടി വരും, പിന്നെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവും. ആ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിനെയാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഡിഫറൻഷിയേറ്റ് സ്ട്രീം ലൈൻ ആൻഡ് ടർബുലന്റ് ഫ്ലോ. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വെച്ചാൽ സ്മൂത്ത് ഫ്ലോ ആണ്. അതിൽ the velocity of particles which passes through any point is always constant. While in turbulent flow, it is a violent flow of liquid. In this, the velocity of fluid particles crossing any point is not constant, it changes. Reynolds number is dash. Reynolds number the formula is rho Vd by eta. Reynolds number it is a number which decides whether the flow is streamlined or turbulent. This number is flow and velocity, flow and value, Reynolds number and value. That's turbulent flow. What are the various forces acting on a small metal ball falling through viscous medium? ഒരു മെറ്റൽ ബോൾ ഉണ്ട്, ഒരു വിസ്കസ് മീഡിയത്തിലേക്ക് കൂടി ഫ്ലോ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്? ഒന്ന് അതിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും mg, പിന്നെ രണ്ട് ഫോഴ്സസും മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഒന്ന് വിസ്കസ് ഫോഴ്സും മറ്റേത് ബോയിങ് ഫോഴ്സും. ബോയിങ് ഫോഴ്സ് ഇസ് V rho g, where rho is the density of the liquid and viscous force is 6 pi eta rv, where r is the radius of the metal ball and v is the velocity of the ball. Use it to derive the equation for terminal velocity. അപ്പോൾ terminal velocity equation കിട്ടണമെങ്കിൽ equilibrium condition എടുക്കണം. Equilibrium conditionൽ upward force will be equal to downward force. അപ്പോൾ ഇവിടെ downward force mg ആണ്, upward force fb plus fv ആണ്. അത് ഇക്വേറ്റ് ചെയ്തു. അപ്പം ഇവിടെ m എന്ന് പറഞ്ഞാൽ mass of the metal ball ആണ്. mass വെച്ചാൽ density into volume ആണ്. അപ്പോൾ density of the ball is sigma and the volume is 4/3 pi r cube. Sphere അല്ലേ? അപ്പോൾ സ്ഫിയറിൻ്റെ വോളിയം 4/3 pi r cube. പിന്നെ ഇവിടെ ഒരു സിഗ്മയും കൂടി വരും. അപ്പോൾ ഈക്വിലിബ്രിയം കണ്ടീഷനാണ്. ഈക്വിലിബ്രിയം കണ്ടീഷൻ എന്താ? mg = fb plus fv.
equilibrium condition ആണ്. Equilibrium condition എന്താ? mg equal to fb plus fb, that is equal to v rho g plus 6 pi eta rvt. ഇനി m എന്ന് പറഞ്ഞാൽ എന്താ? mass of the ball ആണ്. mass of the ball എന്ന് വെച്ചാൽ density into volume ആണ്. അപ്പോൾ density of the ball is sigma and volume is 4/3 pi r cube into ഒരു g ഉണ്ട്, into g. പിന്നെ fp എന്ന് വെച്ചാൽ buoyant force ആണ്. buoyant force v rho g നമ്മൾ നേരത്തെ പറഞ്ഞു. v is the volume of the ball, so it is again 4/3 pi r cube. In a rho is the density of the liquid g plus 6 pi eta rvt. എല്ലാം കൂടി equate ചെയ്യുമ്പോൾ we get the equation for terminal velocity as 2/9 r square sigma minus rho g by eta. അപ്പോൾ ഇവിടെ sigma എന്ന് പറയുന്നത് it is the density of the ball or the metal whatever is going through the viscous medium, and rho is the density of the viscous fluid. Viscosity of gas decreases with increase in temperature. True or false? The answer is false. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Why do bubbles of air rise through water? എന്തുകൊണ്ടായിരിക്കും അത്? കാരണം എയർ ബബിളിന്റെ ഡെൻസിറ്റി വെള്ളത്തിന്റെ ഡെൻസിറ്റിനേക്കാളും കുറവാണ്. ഓക്കെ. Terminal velocity of copper ball of radius 2 mm falling through a tank of oil at 20 degrees Celsius is 6.5 meter per second. What is the viscosity of oil at 20 degrees Celsius? Density of oil and copper is given. അപ്പോൾ വിസ്കോസിറ്റിൻ്റെ ഫോർമുല നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ ടെർമിനൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചിരുന്നല്ലോ, അതിൽ നിന്ന് വിസ്കോസിറ്റിൻ്റെ ഫോർമുല എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. പിന്നെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് എ സ്കൈ ഡ്രൈവർ ഇസ് ഷോൺ. Which region represents a sky driver moving with terminal velocity? Terminal velocity എന്ന് വെച്ചാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് DE ആണ്. So the answer is DE. 3 vessels are filled with water to same height and their bottoms are connected to manometer which measures the pressure. അപ്പോൾ 3 വെസൽസ് ഉണ്ട്, ഒരേ ഹൈറ്റിലേക്ക് ഇത് വന്നിട്ടുണ്ട്, താഴെ മാനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ഫിനോമിന. അപ്പം ഈ വെസൽസിലേക്ക് കൂടി വെള്ളം മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡ്യൂ ടു കാപ്പിലാരിറ്റി. സോ ദ ഫിനോമിന ഇസ് കാപ്പിലാരിറ്റി. പ്രെഡിക്ട് ദ പ്രഷർ ഇൻ ദ വെസൽ. അപ്പം എല്ലാ വെസലിലും ഒരേ ഹൈറ്റ്, ഒരേ ലെവലിലേക്കാണ് വെള്ളം പൊങ്ങിയിരിക്കുന്നത്. അപ്പം പ്രഷർ എന്തായിരിക്കും? പ്രഷർ വിൽ ബി H rho g, ഇറ്റ് വിൽ ബി ദ സെയിം. ബ്ലഡ് പ്രഷർ ഇൻ ഹ്യൂമൻസ് ഇസ് ഗ്രേറ്റർ അറ്റ് ഫീറ്റ് ദാൻ ബ്രെയിൻ. വൈ? കാരണം ഹ്യൂമൻസിൽ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്നത് ഹാർട്ടിലേക്ക് പോകുന്ന ബ്ലഡാണ്. അപ്പം അതുകൊണ്ട് ഫീറ്റ് ഇസ് ബിലോ ദ ഹാർട്ട്, സോ ഫീറ്റിലേക്കാണ് ബ്ലഡ് പ്രഷർ കൂടുക. ഇസ് പ്രഷർ ലിക്വിഡ് ഓർ സ്കെയിലർ? പ്രഷർ ഇസ് സ്കെയിലർ. അപ്പം മെയിനായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഇത് കൂടാതെ ആറ്റോമൈസർ, ബെർണോളീസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻസ് സച്ച് എസ് ആറ്റോമൈസർ, മാഗ്നസ് എഫക്റ്റ്, ആരോഫോയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് ചോദിച്ചിട്ടുണ്ട്.